ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു നമുക്ക് സ്വർഗം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും വളരെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മുടെ സംസാര വേദികൾ. നമുക്ക് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വളരെ അശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. ആമുഖമായി പറയാം, അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ് നമ്മുടെ നാവുകൾ. ഈ നാവിന് രണ്ട് അവസ്ഥയാണുള്ളത്. ഇസ്ലാമിക വിശ്വാസ ചിന്തയുടെ ധാരയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ നാവിന് പ്രധാനമായും രണ്ട് അവസ്ഥയാണുള്ളത്. ഒന്ന് രോഗമുള്ള അവസ്ഥ, രണ്ട് ആരോഗ്യമുള്ള അവസ്ഥ. രോഗമുള്ള അവസ്ഥയിൽ നാവ് സഞ്ചരിക്കുന്നുവെങ്കിൽ ആ നാവിന്റെ ഉടമസ്ഥൻ ചെന്ന് ചേരേണ്ടത് നരകത്തിലാണ്. ആരോഗ്യ അവസ്ഥയിൽ നാവ് സഞ്ചരിക്കുന്നുവെങ്കിൽ ആ നാവിന്റെ ഉടമസ്ഥൻ ചെന്ന് ചേരേണ്ടത് സ്വാഭാവികമായും സ്വർഗത്തിലാണ്. രണ്ടാമത് പറഞ്ഞതിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്താണ് നാവിന്റെ രോഗം? നാവിനെ അള്ളാഹു തന്നിരിക്കുന്നത് ഖൈറായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. അത് അല്ലാത്ത സന്ദർഭം വരുമ്പോൾ മിണ്ടാതിരുന്നോ എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അവസ്ഥക്കാണ് ആരോഗ്യ അവസ്ഥ എന്ന് പറയാം. സത്യത്തിൽ നാവിനെ കുറിച്ച് ഇങ്ങനെ ഒരു വിചാരം ഇല്ലാത്ത അവസ്ഥ, ആവശ്യമുള്ളത് റബ്ബിന്റെ പൊരുത്തമുള്ളത് മാത്രം സംസാരിക്കുക എന്നതിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതൊരു രോഗമാണ്. ഈ രണ്ടവസ്ഥയാണ് നമുക്ക് നാവിനെ കുറിച്ചുള്ള ഒരു ആത്മീയ വിചിന്തനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട്. നമുക്കിതേക്കുറിച്ച് ഒരല്പം സംസാരിക്കാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അവയവത്തിന്റെ ധർമ്മം എന്നത് ആപേക്ഷികമായ കാര്യമാണ്. ഓരോ അവയവങ്ങൾക്കും, എല്ലാ ജീവികളെ എടുത്തു നോക്കിയാലും നമുക്കത് മനസ്സിലാവും, ഓരോ അവയവത്തിന്റെയും ധർമ്മം ആപേക്ഷികമാണ്. ഉദാഹരണം പറയാം, നമ്മുടെ മൂക്ക് എന്ന് പറയുന്ന ഈ അവയവത്തിന്റെ ധർമ്മം മണം പിടിക്കുക എന്നുള്ളതാണ് പ്രധാനമായും. ആപേക്ഷികമാണിത്. ഇതേ ധർമ്മം മറ്റൊരു അവയവം കൊണ്ട് നിർവഹിക്കുന്ന ഒരു ജീവിയെ നമ്മുടെ ചുറ്റുപാട് കാണാൻ കഴിയും. ഉദാഹരണം പാമ്പ്. നാവ് കൊണ്ടാണ് അത് മണത്തറിയുക എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു അവയവമാണ് നമ്മുടെ ശരീരത്തിൽ കേൾവി, ചെവി. കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. സത്യത്തിൽ ഇതേ ധർമ്മം തന്നെ നാം നേരത്തെ പറഞ്ഞ പാമ്പ് അതിന്റെ ത്വക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യം നിർവഹിച്ചു പോകുന്നു. പാമ്പ് കേൾക്കുന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ ചർച്ച. പക്ഷെ ആ ധർമ്മം നിർവഹിക്കുന്നത് അതിന്റെ ശരീരത്തിലെ തൊലി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മേക്കാൾ കൂടുതൽ കേൾവി പാമ്പിന് സാധ്യമാകുന്നുണ്ട്, അല്ലെങ്കിൽ തരംഗങ്ങളെ സ്വീകരിക്കാൻ സാധ്യമാകുന്നുണ്ട് അതിന്റെ സ്കിന്ന് ഉപയോഗിച്ച്. കാരണം ആ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് സാധ്യമാകുന്നു. ശരീരം മുഴുവനും തൊലിയാണ്. ഇനി നമ്മുടെ ഒരു പ്രധാന അവയവമാണ് നമ്മുടെ കൈകൾ. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ബിമാ കസബത്ത് ഐദിന്നാസ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. കൈകൾ ചെയ്ത കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കരങ്ങളെ അള്ളാഹു അത്ര വലിയ ചർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ കൈകൾ ഒരു വലിയ പ്രാധാന്യമുള്ള ധർമ്മം നിർവഹിക്കുന്ന ശരീരത്തിന്റെ ഭാഗമാണ്. കൈകൾ നിർവഹിക്കുന്ന അതേ ധർമ്മം, ആ അവയവധർമ്മം ആന എന്ന് പറയുന്ന ജീവിയുടെ ശരീരത്തെ അപേക്ഷിച്ച് അത് നിർവഹിക്കുന്നത്, കൈയിന്റെ ധർമ്മം നിർവഹിക്കുന്നത് അതിന്റെ മൂക്കാണ്. അതുകൊണ്ട് തുമ്പിക്കൈ എന്നാണ് പറയുന്നത്. രണ്ട് കൈകൾ ചെയ്യേണ്ട അതേ ധർമ്മം ഒരു മൂക്ക് ഉപയോഗിച്ച് ഒരു ജീവി ചെയ്യുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവയവത്തിന്റെ ധർമ്മം എന്നത് ആപേക്ഷികമാണ്. എന്നാൽ ഈ ധർമ്മത്തെ അള്ളാഹു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ അവയവത്തിലും മാറ്റം വരുത്തും. ഉദാഹരണം, നമ്മുടെ കരങ്ങൾക്ക് സംസാരിക്കാനുള്ള ശക്തി വരുമെന്ന് ഖുർആൻ. നമ്മുടെ കൈകൾ സംസാരിക്കും. നമ്മുടെ കൈകൾ സംസാരിക്കുന്നതിനെ സാക്ഷി പറയും നമ്മുടെ കാലുകൾ. സാക്ഷിയാവാ എന്ന് പറഞ്ഞാൽ കാണാനും കേൾക്കാനും സന്നിഹിതമാവാനുമുള്ള അവസ്ഥയ്ക്ക് സാക്ഷിത്വം എന്ന് പറയാം. അപ്പൊ കണ്ണിന്റെയും കേൾവിയുടെയും അതുപോലെ തന്നെ സംസാരത്തിന്റെയും ഒരു റോള് കൃത്യമായി നമ്മുടെ കാലുകൾ നിർവഹിക്കും. നാവിന്റെ റോള് കയ്യും നിർവഹിക്കുമെന്ന് ഖുർആൻ. കൈ വർത്താനം പറയും, കൈ പറയുന്നത് ശരിയാണെന്ന് കാലുകൾ ഏറ്റുപറയും. അപ്പൊ നമ്മുടെ അവയവങ്ങളുടെ ഈ ധർമ്മം ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ ആപേക്ഷികമാണ്. ഏത് സമയവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരങ്ങൾ ഓരോ അവയവത്തിൽ നിന്നും വരാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
അപ്പോൾ നാവിലേക്ക് അള്ളാഹു സംസാരിക്കാനുള്ള ഒരു കഴിവ് നാവിലാക്കി അള്ളാഹു വെച്ചിരിക്കുന്നത് ഏത് സമയവും ആ അനുഗ്രഹം നീങ്ങിപ്പോവാം. എന്റെ ചെറുപ്പത്തിൽ റേഡിയോയിൽ കൗതുക വാർത്തകൾ എന്ന് പറഞ്ഞ് ഞായറാഴ്ച 12:50 1 മണിയുടെയും ഇടയിലുള്ള ആ 10 മിനിറ്റിൽ റേഡിയോയിൽ ഇങ്ങനെ കേൾക്കൽ പതിവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു വാർത്ത ഒരിക്കൽ കേട്ടത്. എന്റെ കുഞ്ഞുനാളിൽ ഒരു ഓർമ്മ പങ്കുവെക്കാണ്. ഒരു സഹോദരി 30 വയസ്സ് പ്രായമുള്ളപ്പോ അവരുടെ പറമ്പിലെ തേങ്ങ പിറക്കാൻ വേണ്ടിയിട്ട് അവർ ചെന്നപ്പോ ഒരു തേങ്ങ അവരുടെ തലയിൽ വീഴുകയും നിശേഷം അവരുടെ സംസാര ശക്തി നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ സഹോദരി 30 വർഷം സംസാര ശക്തി ഇല്ലാതെ ജീവിച്ച് 60 വയസ്സിൽ, അതിന്റെ ഇടയിൽ അവരുടെ കുടുംബജീവിതമൊക്കെ നഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. 60 വയസ്സിൽ അതേ പറമ്പിൽ പിന്നീട് ഒരിക്കൽ തേങ്ങ പെറുക്കാൻ ചെന്നപ്പോ അവരുടെ ശരീരത്തിൽ മറ്റൊരു തേങ്ങ ചാടിയപ്പോൾ 30 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ അതേ സംസാര ശക്തി, പല ട്രീറ്റ്മെന്റുകളിലും വിജയിക്കാൻ കഴിയാതെ കിട്ടാതെ പോയ ആ സംസാര ശക്തി മറ്റൊരു തേങ്ങ വീഴുക വഴി അവർക്ക് തിരിച്ചു കിട്ടുന്നു 60ാമത്തെ വയസ്സിൽ. ഇതൊരു കൗതുക വാർത്തയായി കേട്ടത് ഓർക്കുന്നുണ്ട്. അപ്പോൾ നാവിന്റെ സംസാര ശക്തി എന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം എപ്പോൾ വേണമെങ്കിലും നീങ്ങിപ്പോകാം. നാവിനെ അല്ലാഹു തആല പടച്ചിരിക്കുന്നത് ഒരു ബലം കുറഞ്ഞ ഒരു രൂപത്തിലാണ്. അസ്ഥിയുടെ പിൻബലമില്ലാതെ, പിന്തുണയില്ലാതെ ശരീരത്തിൽ വളരെയധികം ലളിതമായി വഴങ്ങുന്ന ഒരു പ്രകൃതമാണ് നാവിൽ അള്ളാഹു വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ആ അവയവത്തെ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയല്ല മനുഷ്യന്റെ വായ എന്നുള്ളത്. അതുകൊണ്ടാണ് മരണം സംഭവിച്ചാൽ നാവ് പുറത്തേക്ക് ചാടാൻ സാധ്യതയുള്ളത് കൊണ്ട് താടയല്ല വലിച്ചു കിട്ടും. കാരണം നാവിന്റെ ശരിയായ പ്രകൃതം നാവ് പുറത്തേക്ക് തള്ളി വരല്ല, അത് പല്ലുകൊണ്ട് കെട്ടി നിർത്തിയിരിക്കാം. നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു വരാം. ഏതായാലും അള്ളാഹു ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ നാവ് എന്നതിൽ തർക്കമില്ല. പരിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ വഹദൈനാഹുൻ നജ്ദൈൻ ഫലഖതഹമൽ അഖബത വമാ അദ്റാക മൽ അഖബ. പരിശുദ്ധ ഖുർആൻ മനുഷ്യവർഗത്തോട് അല്ലാഹു ചോദിക്കുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യ നിനക്ക് 2 കണ്ണുകൾ നാം നൽകിയില്ലേ? അള്ളാഹു തന്ന ഒരു വലിയ അനുഗ്രഹമാണ് കണ്ണ്. നാം സ്വായത്തമാക്കുന്ന അറിവുകൾ നമുക്ക് കരഗതമാകാൻ നമ്മെ സഹായിക്കുന്ന 80% നമുക്ക് സഹായമായിട്ടുള്ള ശരീരത്തിന്റെ ഭാഗം നമ്മുടെ കണ്ണാണ്. നമുക്ക് കിട്ടുന്ന അറിവ് 80% അതിന് സഹായിക്കുന്നത് നമ്മുടെ കണ്ണാണ്. നിനക്ക് നാം 2 കണ്ണ് നൽകിയില്ലേ? 2 കണ്ണ്, കണ്ണ് 2. വല്ലിസാനൻ, ഒരു നാവും നിനക്ക് നാം നൽകിയില്ലേ? നാവ് ഒന്നേ ഉള്ളൂ. വല്ലിസാനം വശഫതൈൻ, വല്ലിസാനം വശഫതൈൻ, 2 ചുണ്ടുകൾ നാം നിനക്ക് നൽകിയില്ലേ? നിന്റെ മുന്നിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഒരു മാർഗം, നിന്റെ മുന്നിൽ അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും മറ്റൊരു മാർഗം, നന്മയുടെയും തിന്മയുടെയും 2 മാർഗം നിന്റെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നാവ് ഒന്നാ തന്നത്. നാവ് കൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന ആ കാര്യം സംസാരമാണ്. അത് ശരിക്കും സ്വീകരിക്കുന്നത് കാതാണ്. കാത് 2 തന്നു അള്ളാഹു. കൂടുതൽ കേൾക്ക, കുറച്ച് പറയുക എന്നൊരു സന്ദേശമാണ് ഈ അവയവ ക്രമീകരണത്തിന്റെ അനുപാതത്തിൽ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മഹാന്മാരായ പല ചിന്തകരും പറയുന്നുണ്ട്. 2 കേൾവി, 2 ചെവി നമുക്ക് തന്നത് കൂടുതൽ കേൾക്കാനും, ഒറ്റ നാവ് തന്നത് കുറച്ച് പറയാനുമാണ്. ആ സംഖ്യയിൽ തന്നെ വന്നിരിക്കുന്ന അനുപാതം അനുസരിച്ചായിരിക്കണം ഈ അവയവങ്ങളുടെ ഉപയോഗം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. ഏതായാലും മനുഷ്യ, നിനക്ക് നാം ഒരു നാവും 2 കണ്ണും തന്നില്ലേ? അള്ളാഹു തന്ന ഒരു അനുഗ്രഹത്തെ അള്ളാഹു തആല എടുത്തു പറയാം. ഈ നാവിന് ദുനിയാവിൽ സംസാരിക്കാൻ അള്ളാഹു താൽക്കാലികമായ ഒരു ജോലി കൊടുത്തിട്ടുണ്ട്. നാവിനെ കൊണ്ട് എന്ത് പറയിപ്പിക്കണം, എന്ത് പറയിപ്പിക്കരുത് എന്നത് മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. നാവിനെ ഉപയോഗപ്പെടുത്തുന്നതിൽ മനുഷ്യൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ
അല്ലാഹുവേ, നാളെ നമുക്ക് വരാനിരിക്കുന്ന അദാബുകളിലേക്ക് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നാളെ സംസാരിക്കുന്നത് ഈ നാവല്ലെന്ന് ഖുർആൻ. നാളെ സംസാരിക്കുന്നത് നാവിന്റെ ധർമ്മം ഏറ്റെടുത്ത് ചെയ്യുന്നത് നമ്മുടെ കൈകാലുകളായിരിക്കും. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. പരിശുദ്ധ ഖുർആൻ. നാവ് ചെയ്ത ഈ പണി ചെയ്യാൻ നാവിന്റെ ശക്തി അല്ലാഹു എടുത്തു മാറ്റാം ഏത് സമയവും. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ മഹാനായ പ്രവാചകൻ, സ്വർഗലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട നിബിതങ്ങൾ, ഇബ്ലീസ് സുജൂദ് ചെയ്യാതെ വന്നത് അസൂയയുടെ പേരിലാണെന്ന് നമുക്കറിയാം. ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്നും അല്ലാഹു പുറത്താക്കി. ഇബ്ലീസ് ഭൂമിയിലേക്ക് നേരത്തെ തന്നെ വന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം വിലക്കപ്പെട്ട കനി കഴിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്നും പുറത്താക്കൽ ഉടനെ സംഭവിക്കുമെന്ന് ഇബ്ലീസിനറിയാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വീകരിക്കാനായി ഭൂമിയെ അല്ലാഹു സ്വർഗതുല്യമാക്കിയിട്ടുണ്ട്. അനുഗ്രഹീതമായ ഭൂമിയുടെ സൗന്ദര്യം മുഴുവനും സ്വർഗത്തോട് ഒരു അനുകരണം പോലെ, സ്വർഗത്തിന്റെ അനന്തരം പോലെ. എന്ന് സൂറത്ത് സുമറിന്റെ അവസാനത്തെ ആയത്തിൽ തന്നെ കാണാം. സ്വർഗത്തിന്റെ ഒരു അനന്തരം, സ്വർഗത്തിന്റെ ഒരു വേറൊരു രൂപമായി ഭൂമിയെ അള്ളാഹു അലങ്കരിച്ചു. അല്ലെങ്കിൽ തന്നെ ഭൂമി നല്ല ഭംഗിയുണ്ട്. അതിന്റെ പച്ചപ്പും നദികളും പുഴകളും ഒക്കെ വല്ലാത്തൊരു ഭംഗി തന്നെ. സ്വർഗം പോലെ ഭൂമിയെയാക്കി. ഇബ്ലീസ് നേരത്തെ പോന്നു. ആദം അലൈഹിസ്സലാം എന്തായാലും ഭൂമിയിലേക്ക് എത്തൂന്ന് ഉറപ്പാ. പക്ഷെ ഇബ്ലീസ് ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് മോശമായ പലതും പല ജീവികളെയും പറഞ്ഞു പഠിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആർത്തിരമ്പി വരുന്ന തിരമാലയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഇബ്ലീസ് മത്സ്യങ്ങൾ വിളിച്ചു വരുത്തി, കടലിലെ മത്സ്യങ്ങൾ വിളിച്ചു വരുത്തി, നദീതീരങ്ങളിൽ ചെന്നുകൊണ്ട് നദികളിലെ മത്സ്യങ്ങളെ വിളിച്ചു വരുത്തി. എന്നിട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുത്തു. ഇവിടെ ഒരു വേട്ടക്കാരൻ വരാൻ പോകുന്നു. സ്വർഗത്തിൽ നിന്ന് മൂപ്പരെ പുറത്താക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ അവിടെ വിലക്കിയ കനി കഴിച്ചതിന്റെ പേരിൽ അവിടുന്ന് പോരുന്നത്. അയാളും മക്കളും ഭൂമിയിലെത്തിക്കഴിഞ്ഞാൽ മത്സ്യങ്ങളെ, നിങ്ങളെ അവൻ വേട്ടയാടും. ഇതെല്ലാരോടും പറയൂ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അസാന്നിധ്യത്തിൽ മത്സ്യങ്ങൾ ഈ വാർത്ത കേട്ടത് പാതി, കേൾക്കാത്തത് പാതി എല്ലാവരോടും പറഞ്ഞു. ആദം നബിയുടെ ഗീബത്ത് പറഞ്ഞു മത്സ്യം. ചരിത്രം പറയുന്നു, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു മത്സ്യത്തിന്റെ നാവിനെ തിരിച്ചു വാങ്ങിന. മത്സ്യത്തിന്റെ നാവിനെ തിരിച്ചു വാങ്ങിന. അത്രത്തോളം അള്ളാഹു ഈ അനുഗ്രഹത്തെ തിരിച്ചു വാങ്ങാം. ഈ അനുഗ്രഹത്തെ അള്ളാഹു തിരിച്ചു വാങ്ങാം. അതൊരു വലിയ അനുഗ്രഹമാണ് നാവ്. നാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു പ്രധാന ബന്ധുവാണ്. നമ്മുടെ മനസ്സിലുള്ളത്, നിന്റെ മനസ്സിലിരിപ്പ് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായതെന്ന് പറയുന്നത് ചില വർത്താനങ്ങളിലാണ്. അവന്റെ മനസ്സിലിരിപ്പ് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തേ ആ വർത്താനം കേട്ടപ്പോ അങ്ങനെ തോന്നി? എന്തുകൊണ്ട് മനസ്സിൻ്റെത് നാവിലൂടെ അറിഞ്ഞു? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നാവെന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഖലീഫയാണ്, ഹൃദയത്തിന്റെ ഖലീഫയാണെന്ന് പല മുഹദ്ദിഥീങ്ങളും ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ വ്യാഖ്യാനം രേഖപ്പെടുത്തുന്നതായി കാണാം. ഏതായാലും നാവെന്ന് പറയുന്ന അവയവത്തിലൂടെ പുറത്തു വരേണ്ടത് നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള സങ്കല്പങ്ങളായിരിക്കും, നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള വിചാരങ്ങളും കണക്കുകൂട്ടലുകളുമായിരിക്കും. മഹാനായ ലുക്മാനുൽ ഹക്കീം അലൈഹിസ്സലാം വലിയ മഹാനല്ലേ? നബിയല്ല, പക്ഷേ ഒരു പ്രവാചക തുല്യ ജീവിതം നയിച്ച മഹാനാണ്. 4000 പ്രവാചകന്മാരെ കണ്ട് ഖിദ്മത്ത് ചെയ്ത മഹാനാണ് ലുക്മാൻ. ചില്ലറക്കാരനല്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം ലുക്മാനിന്റെ പേരിലാണ്. സൂറത്തുൽ ലുക്മാൻ. ചില്ലറക്കാരനല്ല ലുക്മാൻ. നബിയല്ല ലുക്മാൻ, പിന്നെയോ അബ്ദാണ്, കൂടാതെ നല്ലൊരു തത്വചിന്തകനാണ്.
ഹിക്മത്ത് റബ്ബുന നൽകി ലുക്മാനിന്. ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നു. വയസ്സായിരം ജീവിച്ചു ലുക്മാനെന്ന് റൂഹുൽ ബയാൻ തഫ്സീറിലും കാണുന്നു. 4000 നബിമാർക്കവർ ഖിദ്മത്ത് ചെയ്തിട്ടുമുണ്ടെന്നാണ് തന്റെ റിവായത്ത്. സൂറത്തുൽ ലുഖ്മാന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി രേഖപ്പെടുത്തുന്നുണ്ട് 4000 നബിമാരുടെ ഖാദിമായിരുന്നു ലുഖ്മാൻ. 4000 നബിമാർക്ക് ഖിദ്മത്ത് ചെയ്തപ്പോൾ 4000 നബിമാരിൽ നിന്നും മഹാനായ ലുഖ്മാൻ പഠിച്ച ആത്മീയ വദസ്സുകൾ എന്താ? ലോകത്ത് ലുഖ്മാൻ തന്റെ മകനോടുള്ള ഉപദേശത്തിലൂടെ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ തന്നെ ആ പിതാവിന്റെ ഉപദേശം എത്രയാ ഉദ്ധരിച്ചിരിക്കുന്നത്, ഹദീസിൽ എത്രയാ ഉള്ളത്. മഹാന്മാരായ തസവ്വുഫിന്റെ പണ്ഡിതന്മാർ ലുഖ്മാനുൽ ഹക്കീം എന്ന് പറയുന്ന 4000 നബിമാരുടെ ശിഷ്യനായി ജീവിച്ച മഹാനുഭാവന്റെ ചിന്തനീയമായ ഒരു വാക്ക് മഹാന്മാരായ തസവ്വുഫിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പൊന്നുമോനെ വിളിച്ചുകൊണ്ട് ലുഖ്മാൻ ചേർത്ത് നിർത്തുന്നു. എന്നിട്ട് പറയുന്നു, യാ ബുനയ്യ ഇന്നൽ ഖുലൂബ മസാരിഉ ഫസ്റഅ ഫീഹാ തയ്യിബൽ കലാം ഫഇല്ലം യംബുതു കുല്ലുഹു യംബുതു ബഅ്ദുഹു. നമ്മുടെ മനസ്സിലുള്ളത് നല്ലതായാൽ നമ്മുടെ നാവിൽ ഒരൽപ്പം വരും. കുറെ നന്മ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരൽപ്പം നാവിൽ വരും. പൊന്നുമോനെ, മനുഷ്യരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അതൊരു കൃഷിഭൂമിയാണ്. നിനക്കും ഉണ്ടടാ ഒരു ചെറിയ കൃഷിയിടം. നിന്റെ ഹൃദയം എന്ന് പറയുന്ന നിന്റെ കൃഷിയിടമുണ്ടല്ലോ, അവിടെ നീ കൃഷി ചെയ്യേണ്ടത് ത്വയ്യിബൽ കലാം, നല്ല നല്ല വിചാരങ്ങളാണ്. ഫഇല്ലം യംബുതു കുല്ലുഹു, മനസ്സിൽ ഒരുപാട് നന്മ നിറച്ചു വെച്ചാലാണ് മോനെ നാവിലൂടെ ഒരല്പമെങ്കിലും പുറത്തു വരാം. മഹാന്മാര് ചിന്തിച്ചതും പഠിപ്പിച്ചതും അങ്ങനെയാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലിരിപ്പ് നാവിലൂടെ പുറത്തു വരാം. അത്രത്തോളം വലിയ ഒരു നന്മയുടെ ഭാഗമാവാൻ നാവെന്ന് പറയുന്ന അവയവം കൊണ്ട് കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ നാവിനെ നന്മയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നാവിന്റെ ആരോഗ്യം നമുക്ക് ഉണ്ടെന്ന് പറയാൻ കഴിയും. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇദാ അസ്ബഹ ഇബ്നു ആദമ ഫഇന്നൽ അഇളാഅ കുല്ലഹാ തുകഫിറുൽ ലിസാൻ ഫതഖൂലു യാ ലിസാനു ഇത്തഖില്ലാഹ ഫീനാ ഫഇന്നാ നഹ്നു ബിക ഫഇൻ ഇസ്തഖംത ഇസ്തഖംനാ വഇൻ അഅവജത അഅവജനാ. മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രഭാതത്തിലും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഒരു പ്രത്യേകമായ രൂപത്തിൽ നാവിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കിയിട്ട് ഒരു അപേക്ഷ വെക്കാത്ത ഒരു പ്രഭാതം ഈ ഭൂമി കണ്ടിട്ടില്ലെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമിയിൽ ഒരു സൂര്യോദയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ നാവിന്റെ മുന്നിൽ സർവ്വ അവയവങ്ങളും ചെന്നുകൊണ്ട് അപേക്ഷ വെക്കും. യാ ലിസാൻ, ഓ ഞങ്ങളുടെ പ്രിയപ്പെട്ട നാവേ, ഇത്തഖില്ലാഹ ഫീനാ, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ ഭയക്കണേ നാവേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ നാവേ. നമ്മുടെ കരള് പറയും, നമ്മുടെ കിഡ്നി പറയും, നമ്മുടെ തലച്ചോറ് പറയും, നമ്മുടെ ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ നൂറുകണക്കിന് അവയവങ്ങൾക്ക് എല്ലാ പ്രഭാതത്തിന്റെയും പൊൻപുലരിയിൽ വെക്കാനുള്ള അപേക്ഷ ഇതാണ്. ആരുടെ മുന്നിൽ? രാജകീയ പദവിയിൽ ഉയരമുള്ള ഭാഗത്ത് ഉപവിഷ്ടരായ നാവിനോട് പറയാനുള്ളത്. രാജകീയ പദവിയിലല്ലേ 32ഓളം വരുന്ന ശക്തരായ വെളുത്ത പട്ടാളക്കാരെന്ന പല്ലുകൾ കാവൽ നിൽക്കുന്നു. എപ്പോഴും മൃദുലത, തന്റെ സാമ്രാജ്യമാകുന്ന വായന്റെ അകത്തെ എല്ലാ ഭാഗത്തേക്കും സുഗമമായി ഓടി നടക്കാനുള്ള യഥേഷ്ടം കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അസ്ഥിയുടെ പ്രതിബന്ധമില്ലാത്ത ലളിതമായ സഞ്ചാരം തന്നെ സാധ്യമാകുന്ന ഒരേ ഒരു അവയവം അസ്ഥിയില്ലല്ലോ. പട്ടാളക്കാര് കാവൽ നിൽക്കുന്ന പോലെ. എന്നിട്ടോ എപ്പോഴും അകത്താണ്. ഈ നാവിന്റെ പ്രയോഗങ്ങൾക്ക് ശബ്ദത്തിലൂടെ, ശബ്ദത്തിന്റെ മധുരിമയിലൂടെ പുറത്തേക്ക് വരുന്ന തരംഗങ്ങൾ സ്വീകരിക്കുന്നു. നാവെന്ന് പറയുന്ന ഒരവയവം കൊണ്ട് എത്ര പേരെ ആസ്വദിപ്പിക്കാൻ പറ്റുന്നു. കണ്ണെന്ന് പറയുന്ന അവയവം കൊണ്ട് ഒരാൾക്ക് ആസ്വാദനം കിട്ടുന്നുള്ളൂ.
അല്ലേ? നമ്മൾ കാണുന്നത് നമുക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, അതിന്റെ സുഖം നമുക്കേ കിട്ടുന്നുള്ളൂ. നാവിന്റെ സുഖം അങ്ങനെയല്ല. ആയിരങ്ങളെ ഒരേ സമയം ആസ്വദിപ്പിക്കാൻ കഴിയുന്ന പവർ നാവിനുണ്ട്. പോരാ, രാജകീയ പദവിയിലിരിക്കുന്ന ഉയരമുള്ള ഭാഗത്തിരിക്കുന്ന നാവുണ്ടല്ലോ, മനോഹരമായ 2 ചുണ്ടുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ചുണ്ടൊന്ന് ചിരിച്ചാൽ നാവിരിക്കുന്ന കൊട്ടാരത്തിന്റെ മതിൽക്കെട്ടുകൾ കാണാം. പല്ലുകൾ എത്ര മനോഹരം! ആ ചിരിക്ക് പോലും എത്ര ആസ്വാദ്യകരമായ! നാവിന്റെ അല്ല, നാവിരിക്കുന്ന സാമ്രാജ്യത്തിന്റെ ചുറ്റിലുമുള്ള മതിൽക്കെട്ടാകുന്ന പല്ലുകളെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ചിരിച്ചു കാണിക്കുമ്പോൾ എന്തൊരു സന്തോഷം! നാവിന്റെ ഒരു പ്രദേശത്തെ പരിചയപ്പെടുത്തുന്ന ചിരിക്ക് പോലും എത്ര അർത്ഥങ്ങളാണുള്ളത്. അങ്ങനെ ഇരിക്കുന്ന രാജപദവിയിൽ ശരീരത്തിൽ ഇതുപോലെ ഒരു അവയവമില്ല. ആ നാവിന്റെ മുന്നിൽ ശരീരത്തിന്റെ സർവാവയവങ്ങളും ചെന്നിട്ട് പറയും, നാവേ, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹനെ ഭയക്കണേ നാവേ, ഫഇന്നാ നഹ്നു ബിക, ഞങ്ങളെ പരിഗണിക്കുന്നത് നിന്നെ നോക്കിയിട്ടാണ്. ഫഇനിസ്തഖംത, നീ നന്നായി നല്ല മാർഗത്തിലാണ് പോകുന്നതെങ്കിൽ നാവേ ഇസ്തഖംനാ, ഞങ്ങളും നല്ല മാർഗത്തിലാണ്. നീ വളഞ്ഞാണ് പോകുന്നതെങ്കിൽ നാവേ, ഞങ്ങളും വളഞ്ഞാണ് പോകുന്നതെന്ന് ഓരോ പ്രഭാതത്തിലും മനുഷ്യ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും ഗ്രന്ഥികളും വന്നുകൊണ്ട് നാവിനോട് ഈ ഒരു അപേക്ഷ വെക്കാത്ത ഒരു പ്രഭാതം ഈ ഭൂമി കണ്ടിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിലാണ് മഹാനായ ഇമാം ഖതീബ് തിബ്രീസിയുടെ മിഷ്കാത്തിൽ ഈ ഹദീസ് മിർഖാത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനത്തിലും മറ്റ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും കാണാം. നാവെന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഖലീഫയാണ്, ഹൃദയത്തിന്റെ പ്രതിനിധി. അപ്പൊ ഹൃദയത്തിൽ എന്തോ ഒരു സ്വാധീനം നാവ് കൊണ്ട് കഴിയുന്നുണ്ട്. ഹൃദയത്തിന്റെ സ്വാധീനം, ഹൃദയം അലിഞ്ഞു പോവാൻ, ഹൃദയത്തിൽ ഈമാന്റെ വെളിച്ചം കയറാൻ, ഹൃദയത്തിന്റെ അകത്തേക്ക് ഇരുട്ട് വരാൻ നാവ് കൊണ്ട് കഴിയുന്നു. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം എന്ന് കാണാം ഖുർആനിൽ. ചിലരുടെ ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ വരും. നാവ് കൊണ്ട് ആവശ്യമില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കറുപ്പ് കയറിക്കൊണ്ടിരിക്കും. നാവിന്റെ പാപങ്ങൾ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുന്നു. നാവിന്റെ പാപങ്ങൾ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു, നാവിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കാണ്, നാവിന്റെ രോഗം അത് നരകത്തിലേക്കാണ്. നാവിന്റെ ആരോഗ്യം എന്താ? അത് മൗനമാണ്, അല്ലെങ്കിൽ ഖൈർ സംസാരിക്കലാണ്. നാവിന്റെ രോഗം എന്ന് പറയുന്നത് അത് കൂടുതൽ അമിത സംസാരവും അതുപോലെ തന്നെയുള്ള പടച്ച റബ്ബിന് പൊരുത്തമില്ലാത്ത പ്രയോഗങ്ങളുമാണ്. നാവിന്റെ ആരോഗ്യത്തിലേക്ക് പോവട്ടെ. ഹബീബ് പഠിപ്പിച്ച ഒരൊറ്റ വചനം ഇമാം തുർമുദിയുടെ ജാമിഅയിലുണ്ട്, അഹ്മദ് ഇമാമിന്റെ മുസ്നദിലുണ്ട്. ഒരൊറ്റ വചനം, ഒരു കുഞ്ഞു ഹദീസ്. സ്വർഗം കിട്ടണോ, ദുനിയാവ് രക്ഷപ്പെടണോ, സിറാത്ത് എന്ന പാലം കടക്കണോ, ഖബറിലെ ചോദ്യം എളുപ്പമാവണോ, 1000 ചോദ്യങ്ങൾ ഇങ്ങനെയുണ്ട്, 1000 പ്രശ്നങ്ങൾ ഇങ്ങനെയുണ്ട് അല്ലേ? കലിമ ചൊല്ലി മരിക്കണോ, മലക്കുകളുടെ ചോദ്യത്തിന് സുന്ദരമായ മറുപടി കൊടുക്കണോ, ഖബർ സുഖാസ്വാദനത്തിന്റെ പാർപ്പിടമാകണോ, ഹിസാബ് എളുപ്പമാവണോ, അതുപോലെ വലങ്കയിൽ കിതാബ് കിട്ടണോ, സിറാത്ത് എളുപ്പമാകണോ, സ്വർഗത്തിന്റെ അകത്ത് എത്തണോ, വലിയ പരിഗണന കിട്ടണോ, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണോ, ഇങ്ങനെയുള്ള നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും 1000 ചോദ്യങ്ങൾക്കുള്ള 1000 പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഒരൊറ്റ ഹദീസ്. 1000കണക്കിന് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഒറ്റ ഹദീസാണ്. ആ ഹദീസ് കേട്ടോ, 2 സെന്റൻസേ ഉള്ളൂ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് മൗനിയാകുന്നുവോ, ആര് ഗുണകരമല്ലാത്തതിൽ സംസാരിക്കാതിരിക്കുന്നുവോ, അവൻ രക്ഷപ്പെട്ടു. അലങ്കാരമാണടോ നിന്റെ നാവ്, അത് അഹങ്കാരമാവട്ടെ. അല്ലാഹുവേ എന്തൊരു ബർക്കത്തുള്ള അവയവമാണ്, എന്തൊരു ബർക്കത്തുള്ള അവയവം. ഈ ലോകത്തൊരുപാട് നന്മ പിറന്നത് ഈ നാവിലൂടെയാണ്. ഇത് അനുഗ്രഹത്തിന്റെ വഴിക്ക് പോവട്ടെ.
ഇത് അലങ്കാരമാണ്. ഇത് എപ്പോഴും നിനക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത് അലങ്കാരമാണ്. അലങ്കാരം എന്ന് പറഞ്ഞാൽ അനിവാര്യം എന്നല്ലല്ലോ. ഒരു വീട് പണിത് അതില് തേച്ച് വൃത്തിയാക്കി അതിലൊരു പെയിന്റ് അടിക്കുക, അതിൻ്റെ അകത്ത് നിറം പിടിപ്പിക്കുക എന്നത് അതിന്റെ ഒരു അലങ്കാരം. നിർബന്ധമില്ല, അനിവാര്യമല്ല. വീടായി നിൽക്കാൻ അതൊന്നും വേണമെന്നില്ല. നമ്മുടെ ശരീരത്തിലെ ഈ അലങ്കാരം ഏത് സമയം വേണമെങ്കിലും അലമ്പായി മുഷിഞ്ഞ് നഷ്ടപ്പെടാം. അള്ളാഹു തന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഈ അലങ്കാരം. ഹബീബ് പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആരെല്ലാം ഉണ്ടോ, ഫൽഖുൽ ഖൈറ, അവൻ പറയുന്നത് മുഴുവൻ നല്ലതാവട്ടെ. ഇനി പറയുന്നത് നല്ലതാവൂല എന്നുണ്ടെങ്കിൽ ഔലിയസ്മുത്, അവൻ മിണ്ടാതിരിക്കട്ടെ. മുഹമ്മദ് റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതൊക്കെ നല്ലതാവട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അല്ലെങ്കിലോ നമ്മുടെ നാവിന് രോഗം വരാണ്. പറയുന്നത് നല്ലതാവണം, അപ്പൊ ആരോഗ്യത്തിന്റെ വഴിയിൽ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഇനി പറയുന്നത് നല്ലതുമല്ല, മിണ്ടാതിരിക്കുന്നില്ല, രോഗത്തിന്റെ അവസ്ഥയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബ് പഠിപ്പിക്കുന്നു, ബുഖാരി മുസ്ലിം പിന്നെയും ഉദ്ധരിക്കുന്നു, അൻ സഹൽ ബിൻ സഅദ് അസ്-സഅദി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വർഗ്ഗം ഉറപ്പ് പറഞ്ഞത് രണ്ട് വിഭാഗത്തിനാണ്. ഹബീബ് സ്വർഗം ഉറപ്പ് പറഞ്ഞത് രണ്ട് വിഭാഗത്തിനാണ്. ആ രണ്ടിലൊന്ന് നമുക്ക് പെടണ്ടേ. ഒന്നാമത് കേട്ടോ, മൻ യദ്മല്ലി മാ ബൈനൽ ലിഹ്യൈഹി, രണ്ട് താടയല്ലിന്റെ ഇടയിലുള്ള ഒരു അവയവത്തിന് തെറ്റ് സംഭവിക്കൂല എന്ന് ആരെങ്കിലും എനിക്ക് ജാമ്യം നിൽക്കുന്നുവെങ്കിൽ, എന്നോട് ഉറപ്പ് പറയുന്നുവെങ്കിൽ, അതുപോലെ തന്നെ വമാ ബൈന റിജ്ലൈഹി, രണ്ട് കാലിന്റെ ഇടയിലുള്ള ഒരു അവയവത്തിനും ആരെങ്കിലും അബദ്ധം സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് നൽകുന്നുവെങ്കിൽ, അൽമല്ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകുന്നു എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവും തെറ്റ് ചെയ്യൂല, ഗുഹ്യഭാഗവും തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നവർക്കൊക്കെ ഞാൻ സ്വർഗം ഉറപ്പിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. നീ മറ്റൊരു ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ആരാ മുസ്ലിം? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ പ്രയോഗത്തിന്റെ നിർവചനം പോലും നാവാണ് ചർച്ച. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ആരുടെ കരങ്ങളിൽ നിന്നും നാവുകളിൽ നിന്നും മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം ഉറപ്പിക്കാൻ പറ്റുന്നുവോ അവനെയാണ് മുസ്ലിം എന്ന് പറയാ. അപ്പൊ ഇസ്ലാമിക അടിസ്ഥാന തത്വങ്ങളിൽ പോലും നാവിന്റെ ധർമ്മം നന്മയിലാവട്ടെ എന്ന ഒരു ചർച്ച തന്നെ കടന്നു വരുന്നുണ്ട്. അങ്ങനെയാണ്. ഇമാം തുർമുദിയുടെ ഒരു ജാമിഉൽ ഒരു ഹദീസ് കാണാം, നോക്കിക്കോ. ചില ഹദീസുകൾ മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഈ വിഷയം അവസാനിപ്പിക്കാം. ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാനുള്ളതാ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹബീബായ പ്രവാചകന്റെ പ്രിയ സ്വഹാബി മഹാനായ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി തങ്ങള് ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട്. ഹബീബിനോട് ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ അഖ്വഫു മാ തഖാഫു അലയ്യ, നബിയേ, എന്റെ കാര്യത്തിൽ അങ്ങേക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യം പറഞ്ഞു തരുമോ? നബിയെ, എന്റെ ആഖിറം നഷ്ടപ്പെട്ടു പോകുമോ എന്ന വിഷയത്തിൽ ഞാൻ പേടിക്കേണ്ട ഒരു കാര്യം അങ്ങ് ഏറ്റവും ഗൗരവത്തോടുകൂടെ എനിക്ക് പറഞ്ഞു തരുമോ? ആഖിറം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വലിയ അപകടത്തെ കുറിച്ച് എന്നോട് സൂചിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുകരങ്ങൾ കൊണ്ട് ഫഅഖദ ബിലിസാനി നഫ്സിഹി, സ്വന്തം നാവിൽ, ശറഫാക്കപ്പെട്ട നാവിൽ അങ്ങ് പിടിച്ചു കാണിച്ചിട്ട് പറഞ്ഞു, ഹാദാ, മോനെ, നിന്റെ ആഖിറം നഷ്ടപ്പെടുമോ എന്ന വിഷയത്തിൽ ഞാൻ ഏറ്റവും ഭയക്കുന്നത് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ, ആഖിറം നഷ്ടപ്പെടുത്തുന്ന അപകടങ്ങൾ ദേ ഈ അവയവത്തിലൂടെ നാവേൽ പിടിച്ചു. ഇത് സൂക്ഷിച്ചാൽ മതി. അങ്ങനെ പിടിച്ചിട്ട് ഇത് സൂക്ഷിച്ചാൽ മതി. വർത്താനം വേറെ ഒന്നും പറഞ്ഞില്ല. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്താ? നാവിനെ എന്ന് പോലും പറഞ്ഞില്ല. നാവേലും കൂടെ പിടിച്ചു. അങ്ങനെയാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഉസ്താദ് എന്താ വായിൽ കൈയിട്ട് നാവെ പിടിച്ചത്. റസൂലുള്ളാഹി നാവെ പിടിച്ചു എന്ന് പറഞ്ഞ ഹദീസിൽ നമ്മളൊന്ന് നാവെ പിടിക്കല് തന്നെ, അത് പറയുമ്പോൾ ഒന്ന് പിടിക്കല് തന്നെ ഒരു നബി അനുകരണമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. മുഅ്മിനീങ്ങളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ എന്ന് പറയുന്ന ആയത്ത് ഓതിക്കഴിഞ്ഞ ഉടൻ തന്നെ സ്വലാത്ത് ചൊല്ലല് സുന്നത്താണ്. വലിയ വലിയ സനദ് കൊടുക്കുന്ന കോളേജുകളിലൊക്കെ ഒരു ഹദീസ് പാരായണം ചെയ്യുമ്പോ അന്ന് മധുരം കൊടുക്കും. ദൈവന്ത് ദാറുൽ ഉലൂമിലൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. ആ ഹദീസ് പാരായണം ചെയ്യണം, അന്ന് ആ സദസ്സിൽ മധുരം കൊടുക്കും. കാരണം ആ ഹദീസ് പാരായണം ചെയ്ത മദീനയിലെ അന്നത്തെ ആദ്യത്തെ സദസ്സിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ മധുരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് മധുരം കൊടുക്കും. അങ്ങനെയാണ്. അപ്പൊ നാവിൽ റസൂലുള്ളാഹി പിടിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് കേൾക്കുമ്പോൾ നാവേല് പിടിച്ചിട്ടും ചിന്തിക്കണം, പടച്ചോനെ ഈ ഒരു അവയവത്തല്ല എന്റെ ഹബീബ് അപകടമാണെന്ന് പറഞ്ഞത് എന്നൊന്ന് ആലോചിച്ച് നോക്കി. ആ ഇൽമിൽ ബർക്കത്തുണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ അങ്ങനെയാണ് നാവ് വലിയ ഒരു അപകടവും എന്ന വലിയ അലങ്കാരവുമാണ്. ഇനി കാണാം ഇമാം തുർമുദിയുടെ ജാമിഉൽ തന്നെ മറ്റൊരു ഹദീസ് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. عن ابن عمر رضي الله عنهما قال رسول الله صلى الله عليه وسلم لا تكثروا الكلام بغير ذكر الله. അല്ലാഹുവിനെ ഓർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കടന്നു വരാത്ത വർത്തമാനം നിങ്ങൾ ഒരുപാട് പറയല്ലേ. മുഹമ്മദ് റസൂൽ അല്ലാഹനെ ഓർക്കാൻ കഴിയുന്ന വർത്തമാനം അല്ലാത്ത വർത്തമാനങ്ങളുണ്ട്. അല്ലാഹനെ ഓർക്കാൻ കഴിയുന്ന കാര്യങ്ങളില്ലാത്ത വർത്തമാനം നിങ്ങൾ ഒരുപാട് പറയാൻ നിൽക്കണ്ട. അല്ലാഹനെ ഓർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉൾപ്പെടാത്ത വർത്തമാനങ്ങൾ അത് ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഖസ്വത്തുൽ ഖൽബ്, അത് ഹൃദയത്തെ കൊന്നുകളയുമെന്ന് മുഹമ്മദ് റസൂൽ. നമ്മുടെ ഹൃദയത്തെ കൊന്നുകളയും. ഹൃദയം ഡെഡാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ബാറ്ററി അതിന്റെ കാലാവധി കഴിഞ്ഞ ബാറ്ററി എന്ത് ചെയ്യും? ബാറ്ററി ചത്തുവും, അത് പൊട്ടും. പിന്നെ അതിലേക്ക് ഒരുപാട് ചാർജ് ചെയ്ത് ആ ബാറ്ററി കൊണ്ട് ഉപകാരമുണ്ടോ? ആ ബാറ്ററിയിൽ നിന്ന് പിന്നെ വെളിച്ചം വരൂല. വൈദ്യുതിയുടെ ധർമ്മം അതിൽ നടക്കുന്നില്ല. അങ്ങനെയാണല്ലോ ബാറ്ററി എന്ന പോലെ. അങ്ങനെയാണ് ഉപകാരമില്ലാണ്ട് പോകും. അതിൽ നിന്ന് പിന്നെ നമുക്ക് വെളിച്ചം കിട്ടില്ല. നമ്മുടെ ഹൃദയം ചത്താൽ പിന്നെ ആ ഹൃദയം കൊണ്ട് നമുക്ക് നിസ്കാരത്തിൽ ഖുശൂ ഇല്ല. നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ആത്മവിചാരങ്ങൾ കടന്നു വരൂല. ചത്തുപോയ ഹൃദയവും വെച്ചാ നമ്മൾ നടക്കുന്നത്, കേടായ എഞ്ചിൻ വെച്ചാ നമ്മൾ നടക്കുന്നത്. പിന്നെ അതുകൊണ്ടല്ലോ ഉപകാരമുണ്ടോ? ഒരു ഉപകാരമില്ല. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാത്ത സംസാരങ്ങൾ നിങ്ങൾ പെരുപ്പിക്കല്ലേ. അങ്ങനെ പെരുത്തുപോയാൽ നിങ്ങളുടെ ഹൃദയം ചത്തുപോകും. പിന്നെ ആ ഹൃദയത്തിലേക്ക് ഒരിക്കലും ഈമാനില്ല. പിന്നെ ആ ഹൃദയത്തിൽ ഈമാനില്ലാതെ വരും. അതുകൊണ്ട് സംസാരം കുറയ്ക്കണമെന്നാ പഠിപ്പിച്ചത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാത്ത വർത്താനം എന്തിനാ പറയുന്നത്? ഹൃദയം ചത്തുപോകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഹൃദയം ചത്തുപോകുമെന്ന്. മൻ കസുറ കലാമുഹു കസുറ ദുനൂബുഹു വമൻ കസുറ ദുനൂബുഹു മാത ഖൽബുഹു വമൻ മാത ഖൽബുഹു ദഖലൻ നാറാ. ആരുടെയെങ്കിലും സംസാരം, അല്ലാഹനെ കുറിച്ചുള്ള ഓർമ്മയില്ലാത്ത സംസാരം ഒരുപാടാകുന്നുണ്ടെങ്കിൽ, നല്ല രസമുണ്ട്. പല രാഷ്ട്രീയം പറയാണ്, നമ്മൾ ഇലക്ഷന്റെ തിരക്കിലാണ്, എന്തൊക്കെ പറയും എന്തൊക്കെ പറയാതിരിക്കും. നമുക്ക് പറ്റുന്നതാണോ ഈ പറയുന്നത്? അള്ളാഹുവിന്റെ പൊരുത്തമുള്ളതാണോ ഞാൻ ഈ പറയുന്നത്? റബ്ബ് പൊരുത്തപ്പെടാത്തതാണോ ഞാൻ ഈ പറയുന്നത്? ചിന്തിച്ചുകൂടെ? നമുക്കൊരു ആത്മവിചാരം നമ്മുടെ വർത്താനത്തിന്റെ തൊട്ട് മുന്നേ ഒന്ന് ആലോചിച്ചുകൂടെ? റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പൊരുത്തമില്ലാത്ത വർത്തമാനം ഒരാൾക്ക് കൂടുതൽ സംഭവിക്കുമ്പോൾ അവൻ അറിയുന്നില്ല. അവന്റെ പാപങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാം. ആരുടെയെല്ലാം പാപങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുവോ മാത ഖൽബുഹു, അവന്റെ ഹൃദയത്തിന് കാഠിന്യത വരുന്നു, ഹൃദയം ചത്തുപോകുന്നു. വമൻ മാത ഖൽബുഹു ദഖലൻ നാറാ, ഹൃദയം ചത്തുപോയവൻ നരകത്തിൽ കടന്നു കഴിഞ്ഞെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഹൃദയം ചത്തവല്ലാത്തൊരവസ്ഥയാണ്. കല്ലിനേക്കാളും കടുപ്പാണെന്ന്. മനസ്സിന് കാഠിന്യത വന്ന കല്ലിനേക്കാളും കടുപ്പം. മനസ്സിന് കാഠിന്യത വരൂലോ. അപ്പോഴാണ് പെറ്റ ഉമ്മ സ്വന്തം കുഞ്ഞിനെ കഴുത്തറുത്തു എന്ന വാർത്ത കേൾക്കാം. ഇപ്പൊ ഞാനിത് ഈ ക്ലാസ് എടുക്കാൻ വരുന്നതിന് മുന്നേ തന്നെ ഒരു ഫോൺ കോൾ എനിക്ക് വന്നിരുന്നു. കണ്ണൂർ ജില്ലയിലെ ഒരു കുടുംബത്തിന്റെ പഴയകാലത്തെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞ ഒരാള് സംസാരിച്ചത്. അതിൽ പറയുന്ന ആ കുടുംബത്തിൽ ഒരു സഹോദരി അവരുടെ ഗർഭാവസ്ഥയിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. കാരണം ആ കുഞ്ഞുണ്ടായത് ശരിയായ മാർഗത്തിലല്ല. എന്നാലും ഒരു കൊലപാതകത്തിന് സ്വയം കൊന്നുകളയുന്ന അവസ്ഥ, ഒരു മനുഷ്യൻ സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അവസ്ഥയ്ക്ക് അവന്റെ ഹൃദയം ഒരിക്കലും ചെയ്യല്ലേ എന്ന് പറയുന്നില്ല. മനസ്സാക്ഷി ഒരിക്കലും അവനെതിര് നിൽക്കുന്നില്ല. ചെയ്തോന്നാ പറയുന്നത്. ഹൃദയം ചത്തുപോകുന്ന അവസ്ഥയിൽ ഉണ്ടാകാവുന്ന അപകടങ്ങളും അവസ്ഥകളും ഒക്കെ ഇതൊക്കെയാണ്. ഹൃദയം ചത്തുപോകുന്നു, കല്ലിനേക്കാളും കടുപ്പമെന്നാണ് അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. സൂറത്തുൽ ബഖറയുടെ 74-ാമത്തെ ആയത്ത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് സ്വീകരിച്ച് ജീവിച്ചിരുന്ന ഇസ്രായേലികൾ റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയില്ലാത്തവരായി മാറിയപ്പോൾ അന്ന് അവരുടെ ഹൃദയങ്ങൾ ചത്തുപോയിരുന്നു, പാറ പോലെ ഉറച്ചിരുന്നു. അള്ളാഹു പറയുന്നു, അല്ല, ഹൃദയം ചത്താൽ മനുഷ്യന്റെ മനസ്സങ്ങ് മരവിച്ചു കഴിഞ്ഞാൽ കല്ലിനേക്കാളും പാറയേക്കാളും സുദൃഢമായി പോകും. കാരണം എന്തെന്നറിയോ? പാറയ്ക്ക് തന്നെ ഉള്ള സ്വഭാവങ്ങൾ ഖുർആൻ പറയുന്നു. ചില പാറയങ്ങ് പൊട്ടിയാൽ അതിൽ നിന്നും ഒരുപാട് വെള്ളം വരും. അത് ഒരുപാട് പുഴകളായി മാറും. ഒരു പുഴയല്ല, ഒരുപാട് പുഴകളായി മാറും. അത്രയും വെള്ളം പുറത്തു കൊണ്ടുവരാൻ കല്ലിന്റെ കാഠിന്യതയില്ലാത്ത അവസ്ഥയിൽ കല്ലിൽ നിന്നും നിർഗളിക്കും വിധം കല്ലിന് പോലും കഴിയുന്നു എന്ന് ഖുർആൻ. മനുഷ്യന്റെ ഹൃദയം അങ്ങ് കഠിനമായ ആ ഹൃദയമുള്ള മനുഷ്യന്റെ കണ്ണീന്ന് വെള്ളം വരൂലാടോ, കണ്ണീന്ന് വെള്ളം വരൂല. പിന്നെ ഖുർആൻ പറയുന്നു, പാറയിൽ നിന്ന് വെള്ളം പൊട്ടി പുറപ്പെടുന്ന വലിയ പുഴകൾ ഉണ്ടാവാം. പിന്നെയോ എത്ര വലിയ ഉയരമുള്ള പർവ്വതത്തിന്റെ കൊടുമുടിയിലിരിക്കുന്ന പാറയാണെങ്കിലും അള്ളാനെ കുറിച്ച് ഭയം വന്നാൽ അവൻ ഉയരത്തിൽ നിന്നും താഴേക്ക് ഉരുണ്ടുവരും. ആ കല്ലിന് പോലും അവിടെ ഇരിക്കാൻ കഴിയില്ല. അങ്ങനെയും കല്ലുകളുടെ കടുപ്പമില്ലാത്ത അവസ്ഥയുണ്ടെന്ന് ഖുർആൻ. പിന്നെയും കാണാം, وَإِنَّ مِنْهَا لَمَا يَهْبِطُ مِنْ خَشْيَةِ اللَّهِ وَإِنَّ مِنْهَا لَمَا يَشَّقَّقُ فَيَخْرُجُ مِنْهُ الْمَاءُ. ഖുർആൻ പറയുന്നു, കല്ല് ഇറങ്ങി വരും, മുകളിൽ നിന്ന് പൊട്ടിത്തെറിക്കും, വെള്ളം വരും. ഈ ഒക്കെ അവസ്ഥ കല്ലുകളിലുണ്ട്. പക്ഷെ മനുഷ്യന്റെ ഹൃദയം കടുപ്പമായാൽ അതിനൊക്കെ അപ്പുറമാണ്. ഈ കല്ലിനേക്കാളും ഉറച്ചു പോകും. മനുഷ്യ ഹൃദയം എങ്ങനെ കടുപ്പുള്ളതാവാം? മനുഷ്യ ഹൃദയം കടുപ്പുള്ളതാവാ റസൂലുള്ളാഹി പറഞ്ഞു. ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ വർത്തമാനം പറയുമ്പോൾ, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ വർത്തമാനം പറയുമ്പോൾ മനുഷ്യ ഹൃദയം ഇങ്ങനെ കടുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ഹൃദയം അങ്ങനെ കടുപ്പം കൂടുമ്പോൾ ആ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാന്റെ വെളിച്ചം കടക്കൂല. ആ ഹൃദയം കൊണ്ട് നല്ലത് ചിന്തിക്കാൻ കഴിയൂല. ആ ഹൃദയം കൊണ്ട് ഒരു മനുഷ്യന് ആഖിറം നേടാൻ കഴിയൂല. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ശറഹ് സുന്നയിൽ കാണാം ഹദീസ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്നർ റജുല ല യതകല്ലമു ബിൽ കലിമത്തി മിനൽ ഖൈരി മാ യഅലമു മബ്ലഗഹാ യക്തുബുല്ലാഹു ലഹു ബിഹാ റിദ്വാനഹു ഇലാ യൗമി യൽഖാഹ്. ചില നേരത്തെ ചില വർത്തമാനത്തിന് വല്ലാത്ത ഭംഗിയാണ്.
ആ വർത്തമാനത്തിന്റെ നന്മ ഏതറ്റം വരെ പോകുമോ എന്നറിയുമോ? ഖിയാമത്ത് നാൾ വരെ അത് നീണ്ടു നിൽക്കുന്ന നന്മയാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു നല്ല വാപ്പ ജീവിച്ചിരുന്നു. ആ നല്ല വാപ്പ ഒരു കിണർ കുഴിച്ചിരുന്നു. ഒരുപാട് വെള്ളമുള്ള കിണറ്. നാട്ടുകാർക്ക് മുഴുവനും വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ വാപ്പ ഒരിക്കലും ഒരു പ്രഖ്യാപനം നടത്തി, ഒരു വർത്താനം. കാലകാലം ജനങ്ങൾ ആ വെള്ളം കുടിച്ചോട്ടെ, ഈ ഒരു വർത്താനം ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു വർത്തമാനം വാപ്പ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. ഖിയാമത്ത് നാൾ വരെ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്ന ജനങ്ങൾ ആ കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വാപ്പയുടെ ഒരൊറ്റ വാക്കുകൊണ്ട് ഈ വാപ്പ എത്തുന്നത് എവിടെയാണെന്ന് കണക്ക് കൂട്ടാൻ കഴിയില്ലെന്ന് മുഹമ്മദ് റസൂൽ. ഒരു നന്മ ചെയ്യാൻ ഒരു വാക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. ആ വാക്ക് ഏതറ്റം വരെ എത്തുമെന്ന് പറയാൻ കഴിയില്ല. റബ്ബിനെ കണ്ടുമുട്ടുന്നവരെ ആ വാക്കിന്റെ വലിപ്പം അങ്ങ് കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിന്റെ നേരെ തിരിച്ചുള്ള അവസ്ഥയുണ്ടല്ലോ. വഇന്ന റജുല ലയതകല്ലമു ബിൽ കലിമതി മിനശ്ശർരി മാ യഅലമു മബ്ലഗഹാ യക്തുബുല്ലാഹു ബിഹാ അലൈഹി സഖ്തഹു ഇലാ യൗമി യൽഖാ. ചില ആളുകളുണ്ട് നന്മക്ക് തടസ്സം പറയുന്നവരാണ് അവര്. അത് വേണ്ടെന്ന് കൊടുക്കണ്ട, അതിന്റെ പേരിൽ ആ നന്മ അവിടെ അസ്തമിച്ചു പോവാറുണ്ട്. അങ്ങനെയുണ്ട്. ഞാൻ പറയണോണ്ടൊന്നും വിചാരിക്കണ്ട, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കണ്ട. ചില പള്ളികളില് ഈ ഉസ്താദ്മാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു സന്ദർഭമാണല്ലോ. ഈ പാവപ്പെട്ട മുഅല്ലിമീങ്ങളും ഉസ്താദ്മാരൊക്കെ ജോലി ചെയ്യുന്ന പള്ളിയിൽ നിന്നും തുച്ഛമായ ശമ്പളമൊക്കെ കിട്ടിപ്പോവല്ലേ. അവർക്ക് എന്തെങ്കിലും ഒരു കടം വീട്ടാൻ കിട്ടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടികളുടെ ഒരു വർഷത്തെ ഫീസ് ഒന്നിച്ചടയ്ക്കാനുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാനുള്ള അവസ്ഥ. ഇതിന് സാമ്പത്തികമായി അവർക്ക് കഴിയുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ റമളാന് ശേഷം അവർക്ക് ആ റമളാനിൽ കിട്ടുന്ന സംഭാവനകളാണ്. അങ്ങനെ ആയിരിക്കും. എന്നാൽ മിക്കവാറും നമ്മുടെ പള്ളികളിലൊക്കെ ആ വിഷയത്തിൽ വളരെ റാഹത്താണ്. ചെറിയ പള്ളികളിലാണെങ്കിലും വലിയ പള്ളികളിലാണെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് മലയാള നാട്ടിൽ ഇങ്ങനെ കൃത്യമായി നടന്നു പോകുന്നുണ്ട്. ചെറിയ പെരുന്നാളിന് നല്ലൊരു സംഖ്യയായിട്ട് ഉസ്താദ് വീട്ടിൽ പോവാം. അതുകൊണ്ട് ഈ കടം വാങ്ങിയ കൊടുക്കാത്ത ചില കേമന്മാരുണ്ട്. അവര് നോമ്പ് ഒന്നിനും ഉസ്താദിന്റെ നമ്പർ നോട്ട് ചെയ്ത് ചോദിക്കും. എന്നിട്ട് പെരുന്നാളിന്റെ അന്ന് ഒരു 10 മണിക്ക് ഒരു വിളിയുണ്ട്, ഉസ്താദ് ഒരു 25,000 രൂപ ഉണ്ടാവും എടുക്കാൻ. ഉസ്താദ് നുണ പറയില്ലല്ലോ, ഇല്ലാന്ന് പറയില്ലല്ലോ, നാളെ തന്നേക്കാം. അല്ലല്ല, അങ്ങനെ ചില കേമന്മാരെ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഉസ്താദ്മാര് വലിയ ഹിക്മത്തുള്ളവരാ. എന്ത് ചെയ്യും? ആ പൈസയൊക്കെ ഇങ്ങനെ പൊതിയാക്കി വെച്ചിട്ട് ബാഗിൽ വെക്കും. എന്റെ പൊന്നാരിക്ക 10 മിനിറ്റ് മുമ്പ് വരെ എന്റെ കയ്യിലുണ്ടായിരുന്നു പൈസ, ഇപ്പൊ എന്റെ കയ്യിലില്ലല്ലോ, കാശ് ബാഗിലായിരിക്കണേ. അങ്ങനെ പറയും. കയ്യിലില്ലേ? ഇല്ല, കയ്യില് കാശില്ലല്ലോ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറയും അല്ലേ. അപ്പൊ ഏത് ഉസ്താദിന്റെ കയ്യിലും ചെറിയ പെരുന്നാളിന്റെ അന്ന് 10 മണിക്ക് നല്ലൊരു പൈസ കയ്യിലുണ്ട്. പൊതുവെ അങ്ങനെയാണ് അവരുടെ ജീവിതത്തിലെ ഒരു കൊല്ലം കാത്തിരുന്നിട്ട് കിട്ടുന്നത്. എന്നാൽ ചില നാടുകളിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ പെരുന്നാളിന് ചെറിയ പെരുന്നാളിനേക്കാൾ കൂടുതൽ സംഖ്യ കിട്ടുന്ന ഒരവസ്ഥ. റമളാനിൽ ജനങ്ങൾ സ്വതക്ക കൊടുക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന പൈസയൊക്കെ കൂട്ടി വെച്ചത് വേറെ ഉണ്ടാവും, പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന വേറെ ഉണ്ടാവും. എന്നാൽ വലിയ പെരുന്നാളിന് ഈ സക്കാത്തും സ്വതക്കയൊക്കെ കുറവായിരിക്കും, എന്നാൽ പള്ളിയിൽ നിന്ന് നല്ലൊരു സംഖ്യ കൊടുക്കും. അങ്ങനെ ഇരിക്കെ ഒരു ഉദാഹരണം പറയുകയാണ്, ഇത് എവിടെയും കൊള്ളുന്നില്ല, ആരും ഉദ്ദേശിക്കുന്നില്ല, ഇനി ഉദ്ദേശിച്ചാലോട്ട് കുഴപ്പമില്ല. അപ്പോഴാണ് ഒരു പള്ളിയില് വലിയ പെരുന്നാളിന് എല്ലാരും കൂടി തീരുമാനിച്ചു, വലിയ നഷ്ടമല്ല, ഒരു ചെറിയ സംഖ്യയോടെ പിരിച്ചപ്പോ നമ്മുടെ പള്ളിയിൽ എല്ലാ ഉസ്താദന്മാർക്ക് എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കാൻ പറ്റും, ആയിക്കോട്ടെ. അപ്പോഴാണ് അവിടുത്തെ ഒരു കാക്ക പറയുന്നത്, അതിവിടെ മുമ്പ് പതിവില്ലാത്ത, ഇനി അത് ഇവിടെ പിരിക്കാൻ വേണ്ട, കഴിഞ്ഞ കൊല്ലൊന്നും ഉണ്ടായില്ലല്ലോ, അതിന്റെ ആവശ്യമല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നന്മ അവിടെ തടസ്സം നിൽക്കാം, നന്മയ്ക്ക് തടസ്സം നിൽക്കാം. ആ ഒരു വാക്ക് ഏറ്റുപിടിച്ച് അടുത്ത കൊല്ലം ആ ഒരു കൊല്ലം അതൊരു പാപമായിട്ട് എഴുതാം. അടുത്ത കൊല്ലം അതേ സംഭവം തന്നെ ആവർത്തിച്ച്, കഴിഞ്ഞ കൊല്ലല്ലേ മറ്റേ കാക്ക അവിടെ കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയത്, അപ്പൊ ഈ കൊല്ലം തന്നെ ഇനിയിപ്പോ ചെയ്യണത്. അയാൾ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തി അടുത്ത കൊല്ലവും അങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ ഇലാ യൗമുൽ ഖിയാമ അതിന്റെ പാപം അവൻ അനുഭവിച്ചേ പറ്റൂ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദാഹരണം സീരിയസ് ആക്കണ്ട, പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള കാര്യമായതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ നിൽക്കുന്നിടത്തിൽ വലിയൊരു നാളിനും ചെറിയൊരു നാളിനും ഒക്കെ നല്ലോണം പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എന്നെ ഉദ്ദേശിക്കുകയും വേണ്ട. പല മുഅല്ലിമീങ്ങളൊക്കെ സങ്കടം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ സാന്ദർഭികമായി ഓർത്ത് പറഞ്ഞതാണ്. അള്ളാഹു നന്മകളിലേക്ക് നമ്മുടെ നാവ് സഞ്ചരിക്കുന്ന ഒരു ഭാഗ്യം തരട്ടെ എന്ന് ദുആ ചെയ്യുക.